എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ദേവി ഉപാസനയുടെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ദേവിയുടെ വിവിധ ഭാവങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ ദേവി ഉപാസനയുടെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ആദ്യ ഭാഗത്തിൽ നമ്മൾ ദേവി ഉപാസനയുടെ ഗുണങ്ങളെക്കുറിച്ചും ദേവിയെക്കുറിച്ചും അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ഈ ഭാഗത്തിൽ ജഗദീശ്വരിയായ ദേവിയുടെ വിവിധ ഭാവങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനും മറക്കരുത്. ദേവി ഉപാസനയിൽ ഏറ്റവും പ്രധാനം ദേവിയെ ഏത് ഭാവത്തിലാണ് നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നത് എന്നതാണ്. ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ ത്രിദേവീ ഭാവങ്ങളിലാണ് പ്രധാനമായും നമ്മൾ ദേവിയെ ആരാധിക്കുന്നത്. ദുർഗാഭാവം നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കാനും ഭയത്തെ ഇല്ലാതാക്കാനും നെഗറ്റീവ് ഊർജത്തിൽ നിന്ന് സംരക്ഷണം നേടാനും ഈ ദുർഗാഭാവത്തിലുള്ള ഉപാസന സഹായിക്കുന്നു. ഐശ്വര്യവും സമ്പത്തും കുടുംബത്തിൽ സമാധാനവും നിലനിർത്താൻ മഹാലക്ഷ്മി ഭാവം ഉപാസിക്കാം. വിദ്യ, ബുദ്ധി, കലകൾ, നല്ല ചിന്തകൾ എന്നിവയ്ക്കായി സരസ്വതി ദേവിയെ ഉപാസിക്കാം. ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് ഈ 3 ഭാവങ്ങളും ചേരുന്നതാണ് ജഗദംബിക എന്നാണ്. ശക്തി ഒന്നേയുള്ളൂ. ആ ശക്തിയുടെ വിവിധ ഭാവങ്ങളെ നമ്മൾ വിവിധ ആവശ്യങ്ങൾക്കായി ഉപാസിക്കുന്നു എന്നത് മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് എന്താണോ ആവശ്യം, ആ ആവശ്യങ്ങൾക്കനുസരിച്ച് ദേവീഭാവത്തെ തിരഞ്ഞെടുത്ത് ഉപാസിക്കുക എന്നതാണ് ചുരുക്കം. ദേവി ഉപാസന മാത്രമല്ല, മറ്റേത് ദേവന്മാരായിരുന്നാലും ഒരു ഭാവത്തെ മാത്രം ഉൾക്കൊണ്ട് ഒരു ദേവതയെ മാത്രം ഉപാസിച്ചാൽ ഫലം വേഗത്തിൽ ലഭിക്കും. അതായത് ഒരു കാര്യം നടക്കാൻ 10 ക്ഷേത്രങ്ങൾ കയറി ഇറങ്ങി 10 ദേവന്മാരെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ദേവതയെ 10 പ്രാവശ്യം കണ്ടാൽ മതി. ആരെ പ്രാർത്ഥിക്കണമെന്നറിയാതെ എല്ലാ ദേവതമാരെയും മാറി മാറി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. മുൻപ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ദേവതയെ തിരഞ്ഞെടുത്ത് പ്രാർത്ഥിക്കുക. അതും തുടർച്ചയായി ആ ദേവതയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അതിലൂടെ ഉദ്ദിഷ്ട കാര്യസിദ്ധിയും അനുഗ്രഹവും ലഭിക്കുന്നതാണ്. ഇനി ദുർഗാദേവിയുടെ വിവിധ ഭാവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി നവദുർഗമാറാണ്. ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രഖണ്ഡ, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാർത്യായനി, കാളരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി എന്നിവയാണ് നവദുർഗമാർ. ഇവരെ നവരാത്രി കാലത്ത് ദേവിയുടെ 9 ഭാവങ്ങളായി ആരാധിക്കുന്നു. കൂടാതെ മഹിഷാസുരമർദ്ദിനി എന്നത് ദേവിയുടെ ഏറ്റവും പ്രശസ്തമായ യുദ്ധരൂപമാണ്. ഈ ദേവിയുടെ 18 കൈകളിൽ ആയുധങ്ങൾ ഉണ്ടാകും. തിന്മയ്ക്ക് മേൽ നന്മ നേടുന്ന വിജയത്തെ സൂചിപ്പിക്കുന്നു. അടുത്തത് ഭദ്രകാളിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന ദേവീഭാവങ്ങളിലൊന്നാണ് ഭദ്രകാളി. ദാരിക നിഗ്രഹത്തിനായി ജനിച്ച ഭാവമാണ്. ഉഗ്രരൂപിയാണെങ്കിലും ഭക്തരുടെ വിളിപ്പുറത്തെത്തുന്ന അമ്മയായും രോഗപീഠകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന കാവൽ ദൈവമായും ഭദ്രകാളിയെ ആരാധിച്ചു വരുന്നു. അടുത്തത് അന്നപൂർണേശ്വരിയാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ആഹാരം നൽകി പരിപാലിക്കുന്ന കരുണാമയ്യായ രൂപം. അന്നപൂർണേശ്വരിയുടെ പ്രധാന പ്രതിഷ്ഠ കാശിയിലാണ്. ഈ ഭാവത്തിൽ ദേവി ദാരിദ്ര്യവും പട്ടിണിയും നീക്കി സമൃദ്ധി നൽകുന്നു എന്ന സങ്കല്പത്തിൽ ആരാധിക്കുന്നു. അടുത്തതായി ശ്രീവിദ്യ ഉപാസകർ ആരാധിക്കുന്ന പരമമായ ഭാവമാണ് ശ്രീ രാജരാജേശ്വരി ഭാവം. ശ്രീവിദ്യ ഉപാസനയിലും ശാക്തേയ പാരമ്പര്യത്തിലും ഏറ്റവും ഉന്നതമായി ആരാധിക്കപ്പെടുന്ന ദേവീഭാവമാണ് ശ്രീ ലളിതാംബിക അല്ലെങ്കിൽ രാജരാജേശ്വരി. ത്രിപുരസുന്ദരി എന്ന പേരിലും അറിയപ്പെടുന്നു. ആദിപരാശക്തിയുടെ ഏറ്റവും സൗമ്യവും മനോഹരവും സുന്ദരവുമായുള്ള ഭാവമായാണ് ദേവിയെ സങ്കല്പിക്കുന്നത്. ശ്രീവിദ്യ ഉപാസനയെക്കുറിച്ചും ലളിതാംബികയെക്കുറിച്ചും തുടർന്നുള്ള വീഡിയോകളിൽ ഇടുന്നതാണ്. അതുപോലെ മഹാലക്ഷ്മിയുടെ പ്രധാനമായും 8 രൂപങ്ങളിലാണ് മഹാലക്ഷ്മിയെ ആരാധിക്കുന്നത്. ഈ 8 ഭാവങ്ങളെ ഒരുമിച്ച് അഷ്ടലക്ഷ്മിമാർ എന്ന് വിളിക്കുന്നു. മനുഷ്യജീവിതത്തിൽ ആവശ്യമായ 8 തരം ഐശ്വര്യങ്ങളെയാണ് ഈ 8 രൂപങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്. ആദിലക്ഷ്മി, ധാന്യലക്ഷ്മി, ധനലക്ഷ്മി, വീരലക്ഷ്മി, ഗജലക്ഷ്മി, സന്താനലക്ഷ്മി, വിജയലക്ഷ്മി, വിദ്യാലക്ഷ്മി എന്നിവയാണവ. ചില തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ മഹാലക്ഷ്മിയെ സൗഭാഗ്യലക്ഷ്മി, അമൃതലക്ഷ്മി, ഗൃഹലക്ഷ്മി എന്നിങ്ങനെയും വർണ്ണിക്കാറുണ്ട്. എങ്കിലും നിത്യജീവിതത്തിലും പൂജകളിലുമൊക്കെ ആരാധിക്കപ്പെടുന്നത് മുകളിൽ പറഞ്ഞ അഷ്ടലക്ഷ്മി സങ്കല്പം തന്നെയാണ്. ഇനി മഹാലക്ഷ്മിയെ പോലെ തന്നെയാണ് സരസ്വതിക്കും 8 ഭാവങ്ങളുണ്ട്. ഇവരെ അഷ്ടസരസ്വതി എന്നാണ് വിളിക്കുന്നത്. ചിന്താമണി സരസ്വതി, ജ്ഞാന സരസ്വതി. കേരളത്തിലെ ചില പ്രധാന ക്ഷേത്രങ്ങളിലും തെലങ്കാനയിലെ ബാസറ ക്ഷേത്രത്തിലും സരസ്വതിയെ ജ്ഞാന സരസ്വതി രൂപത്തിലാണ് ആരാധിക്കുന്നത്.
അടുത്തത് നീല സരസ്വതിയാണ്. തന്ത്രശാസ്ത്രത്തിൽ അതീവ പ്രാധാന്യമുള്ള ഭാവമാണ് നീല സരസ്വതി. ഭക്തർക്ക് പെട്ടെന്ന് വാക്സാമർഥ്യവും കവിത്വവും നൽകി അനുഗ്രഹിക്കുന്ന ഭാവം. സരസ്വതിയുടെ ഉഗ്രരൂപമാണിത്. അടുത്തത് ഘടസരസ്വതിയാണ്. കഠിനമായ വിദ്യകളും ശാസ്ത്രങ്ങളും എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തി നൽകുന്ന ഭാവമാണ് ഘടസരസ്വതി. അടുത്തത് സംസാരശേഷി കൃത്യമാക്കാനും വാക്കുകളിൽ മധുരവും വ്യക്തതയും നൽകാനും ആരാധിക്കുന്ന രൂപമാണ് കിണി സരസ്വതി. പിന്നെ അന്തരീക്ഷ സരസ്വതി, വിദ്യാ സരസ്വതി, മഹാസരസ്വതി എന്നിങ്ങനെ എല്ലാം കൂടി ചേർന്നതാണ് അഷ്ടസരസ്വതിമാർ. കൂടാതെ ശാക്തേയ ആരാധനയിൽ സരസ്വതി ദേവിയെ പുസ്തകവും വീണയും ധരിച്ച് ശാന്തസ്വരൂപിണിയായി മാത്രമല്ല സങ്കല്പിക്കുന്നത്. പ്രധാനമായും 3 വിധം വേറെയുണ്ട്. ഒന്നാമത്തേത് ശാരദാദേവിയാണ്. കാശ്മീരിലും മറ്റും പ്രധാനമായും ആരാധിക്കുന്ന ഭാവം. വിദ്യയുടെ ഉന്നത രൂപം. ദക്ഷിണാമൂർത്തിയുടെ ശക്തിയായി ശാരദാദേവിയെ കണക്കാക്കുന്നു. രണ്ടാമത്തേത് മാതംഗിയാണ്. ദശമഹാവിദ്യകളിൽ 9ാമത്തെ ദേവിയാണ് മാതംഗി. ശ്യാമള സരസ്വതി എന്ന പേരിലും അറിയപ്പെടുന്നു. വാഗ്ദേവതയാണ് അടുത്തത്. മനുഷ്യന്റെ ഉള്ളിലെ ശബ്ദത്തിന്റെ ചൈതന്യമായി വസിക്കുന്ന ദേവത. നമ്മൾ സംസാരിക്കുന്ന ഭാഷയും അക്ഷരങ്ങളും ഈ ദേവിയുടെ രൂപമായി കാണുന്നു. ഉള്ള എല്ലാ ദേവീ സങ്കല്പങ്ങളും ഈ 3 ദേവിമാരുടെ, അതായത് ദുർഗ, മഹാലക്ഷ്മി, മഹാസരസ്വതിയുടെ വിവിധ ഭാവങ്ങളാണ്. അതായത് ഒരു മനുഷ്യന് വാത്സല്യം വരുമ്പോഴും ദേഷ്യം വരുമ്പോഴും സ്നേഹം വരുമ്പോഴും ഓരോരോ ഭാവങ്ങളായിരിക്കുമല്ലോ അവരിൽ കാണാൻ കഴിയുക. അതുപോലെ തന്നെയാണ് ഓരോ ദേവതയുടെ വ്യത്യസ്ത ഭാവങ്ങളെ ആരാധിക്കുന്നു എന്ന് മാത്രം. ഏത് പ്രാർത്ഥനയായാലും ഒരേ ഒരു ശക്തിയിലാണ് ചെന്നെത്തുക എന്നതോർമ്മിക്കുക. ചുരുക്കത്തിൽ ഭയവും തടസ്സങ്ങളും നീക്കാൻ ദുർഗയായും, ശത്രുദോഷം തീർക്കാൻ കാളിയായും, ഐശ്വര്യത്തിനായി ലക്ഷ്മിയായും, വിദ്യയ്ക്കായി സരസ്വതിയായും ദേവി ഒരേ സമയം ഭക്തർക്ക് മുന്നിൽ പ്രകടമാകുന്നു. ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്ന് കേട്ടിട്ടില്ലേ? സത്യം ഒന്നേയുള്ളൂ, പണ്ഡിതന്മാർ അതിനെ പല പേരിൽ വിളിക്കുന്നു എന്ന പോലെ ഈ ഭാവങ്ങളെല്ലാം ഒരൊറ്റ ആദിപരാശക്തിയുടെ വിവിധ രൂപങ്ങൾ മാത്രമാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ദേവതയെ തിരഞ്ഞെടുക്കാനും പ്രാർത്ഥിക്കുവാനുള്ള സ്വാതന്ത്ര്യം സനാതനധർമ്മത്തിലുണ്ട്. അപ്പോൾ മാത്രമാണ് നമുക്ക് ശരിക്കും പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം ലഭിക്കുക, നമ്മുടെ ആവശ്യങ്ങളും നടക്കുക. ഈ ഭാഗത്തിൽ ദേവിയുടെ അല്ലെങ്കിൽ ശക്തിയുടെ വിവിധ ഭാവങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. കേട്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. അടുത്ത വീഡിയോയിൽ ദേവീഭാവങ്ങളെ ആരാധിക്കുന്ന ലളിതമായ രീതി പരിചയപ്പെടാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.